Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. 80ാം ജന്മവാർഷിക ദിനത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ അനുസ്മരിച്ച് രാജ്യം. അങ്കമാലി രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം ചേർന്നു. 1944 ഓഗസ്റ്റ് 20-നാണ് രാജീവ് ഗാന്ധിയുടെ ജനനം. മാതാവ് ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം 1984 മുതൽ 89 വരെ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. 40-ാം വയസ്സിൽ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായാണ് രാജീവ് ചുമതലയേറ്റത്. 80ാം ജന്മവാർഷികത്തിൽ അങ്കമാലി രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം ചേർന്നു. റോജി എം ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഈ രാജ്യത്തിൻ്റെ യുവാക്കളുടെ ശക്തി തിരിച്ചറിയുകയും യുവാക്കളെ രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി പരിശ്രമിക്കുകയും ചെയ്തിട്ടുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വോട്ടിംഗ് പ്രായം താഴേക്ക് കൊണ്ടുവന്നുകൊണ്ട് കൂടുതൽ ആളുകൾ. ട്രസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജി ജോസഫ് അധ്യക്ഷനായിരുന്നു. മുൻ MLA PJ ജോയി, നഗരസഭാ ചെയർമാൻ മാത്യു തോമസ്, കോൺഗ്രസ് നേതാക്കളായ KV മുരളി, PV സജീവൻ, ആൻഡു മാവേലി, അഡ്വക്കേറ്റ് KS ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. രാജീവ് ഗാന്ധിയുടെ 80ാം ജന്മദിനം നമ്മളെല്ലാവരും രാജീവ് ഗാന്ധിയെ സ്നേഹിക്കുന്ന മുഴുവൻ ഭാരത ജനങ്ങളും ഇന്ന് ആചരിക്കുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ രാജീവ് ഗാന്ധി നമ്മുടെ രാജ്യത്തിന് വലിയ സംഭാവനകൾ നൽകി പിരിഞ്ഞുപോയ വ്യക്തിയാണ്. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോഴാണ് ആര് ഇനി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം എന്നുള്ള ചോദ്യം വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം എന്ന് തീരുമാനിച്ചു. തൻ്റെ അമ്മ മരണപ്പെട്ട് കിടക്കുമ്പോൾ ആ മൃതശരീരത്തിൻ്റെ അടുത്ത് നിന്ന് രാജീവ് ഗാന്ധിയെ പാർലമെന്ററി പാർട്ടി ലീഡറായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിവരം അറിയിച്ചു. അദ്ദേഹം സ്വാഭാവികമായും ആർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നെങ്കിലും വളരെ സമചിത്തതയോടെ ആ മൃതശരീരത്തിന് നിന്നും കുറേ നേരം മാറി നിൽക്കാൻ തീരുമാനിച്ച് അദ്ദേഹം പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. MV ചാക്കോ ജുവല്ലേഴ്സ് അങ്കമാലി.